മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ രാജ്യം ഭീകര രാജ്യത്തിന് മറുപടി നൽകിയ ദിനം. ഇന്ത്യൻ സേന അതിർത്തി കാക്കാൻ മാത്രമല്ല പൗരന്മാരുടെ ജീവനും കാവലാണെന്ന് ഉറക്കെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ ദിനം. അടിക്കാൻ വന്നാൽ സൈന്യത്തിലെ ആണും പെണ്ണും ഒരുപോലെ മറുപടി നൽകുമെന്ന് ഇന്ത്യ ലോകത്തോട് അറിയിച്ച ദിനം. മോദി എന്ന നേതാവിന്റെ വിജയം ഭാരതത്തിലെയും ലോകത്തെയും മോദി വിരുദ്ധർ അറിഞ്ഞ ദിനം. ഒരു മെയ് 7 കൂടി വരുമ്പോൾ ചരിത്രം കുറിച്ച വനിതാ ഉദ്യോഗസ്ഥർ വീണ്ടും നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഭാരതത്തിന്റെ അഖണ്ഡത, പൗരന്മാരുടെ ജീവൻ, ഇതിന് നേരെ ഉയർന്ന ഏതൊരു വെല്ലുവിളിക്കും സൈന്യം നൽകുന്ന മറുപടി എത്രത്തോളം പ്രഹരശേഷി ഉള്ളതാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികം വരികയാണ്. കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളെ പാക് ഭീകരർ കൊന്നൊടുക്കിയതിന് മറുപടിയായി ഭാരതം അതിർത്തി കടന്ന് നടത്തിയ ഈ മിന്നൽ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കാൻ രാജ്യം ഒരുങ്ങുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയകഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഭാരതത്തിന്റെ കരുത്തരായ വനിതാ ഉദ്യോഗസ്ഥരെ ഓർമ്മയില്ലേ? അവർ മെയ് 7 വീണ്ടും മാധ്യമങ്ങളെ കാണാൻ എത്തുന്നു. സോഫിയ ഖുറേഷി, വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ചേർന്നാണ് അന്ന് നടത്തിയ പോരാട്ടത്തിന്റെ വീര്യവും രാജ്യത്തിന്റെ ദൃഢനിശ്ചയവും ഒരിക്കൽ കൂടി വിശദീകരിക്കുക. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത അതേ ഓഫീസർമാർ തന്നെ വാർഷിക ദിനത്തിലും ഒത്തുചേരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നാവികസേനയിലെ കമാൻഡർ പ്രേരണ ദേവസ്ഥലിയും ഈ ചരിത്രപരമായ സമ്മേളനത്തിൽ പങ്കെടുക്കും. ശത്രു രാജ്യത്തിന്റെ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന് ഭീകരവാദത്തിന്റെ വേരറുത്ത ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയതന്ത്രപരവും സൈനികവുമായ പ്രാധാന്യം ഈ യോഗത്തിൽ ചർച്ചയാകും. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ വനിതാ കരുത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കരവ്യോമ നാവികസേനകളിലെ വനിതാ ഓഫീസർമാർ മുൻനിരയിൽ നിന്ന് നയിച്ച പോരാട്ടം പ്രതിരോധ രംഗത്തെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണ് തുറന്നത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പുതിയ ഭാരതത്തിന്റെ സന്ദേശവും കൂടിയായി മാറി അത്. അതിർത്തിക്കപ്പുറത്തെ ഭീഷണികളെ വകവരുത്താനുള്ള സേനയുടെ ആധുനിക സജ്ജീകരണങ്ങളും സമ്മേളനത്തിൽ വിലയിരുത്തപ്പെടും. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് തക്ക സമയത്ത് നൽകിയ തിരിച്ചടി ശത്രുപാളയത്തിൽ ഇന്നും ഭീതി പടർത്തുന്ന ഒന്നാണ്. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ സൈന്യത്തിലെ സ്ത്രീകൾ ഭാരതത്തിന് എന്നും കരുത്തായി തുടരും എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചുക്കാൻ പിടിച്ച ഈ 2 നാരിമാർ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.